തിരുവനന്തപുരത്ത് വധശ്രമക്കേസിൽ അറസ്റ്റിലായ ബി.ജെ.പി കൌൺസിലർ സുഗതനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു. സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ മർദ്ദനമേറ്റ വട്ടിയൂർക്കാവ് സിഐ ബിപിൻ, എസ്ഐ അഭിജിത്ത് എന്നിവർക്ക് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ചികിത്സ നൽകും. ഇന്നലെ രാത്രിയാണ് വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കവേ നാടകീയ സംഭവങ്ങളുണ്ടായത്. സ്ഥലത്ത് ബി.ജെ.പി പ്രവർത്തകർ കൂട്ടത്തോടെ എത്തിയതോടെ സിഐ ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കാപ്പ ചുമത്തി ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിലിടാൻ നിർദ്ദേശിച്ച ആളാണ് സുഗതൻ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറായിട്ടുള്ള സുഗതൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും തുടർന്ന് അറസ്റ്റിന് വേണ്ടി കഴിഞ്ഞ മാസം നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് സുഗതനെ അറസ്റ്റ് ചെയ്യാൻ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തള്ളിയിരുന്നു ഹൈക്കോടതി. അതിൻ്റെ ഭാഗമായി പിന്നീട് പോലീസ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. ഇവിടെ എത്തിയ പോലീസ് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കുടുംബാംഗങ്ങളെയും ഭാര്യയും കുട്ടിയും അടക്കം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങൾ ഈ അറസ്റ്റ് തടസ്സപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ബി.ജെ.പി പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീടാണ് വീട്ടിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ആ സമയത്താണ് പോലീസ് ഈ സംഘർഷാവസ്ഥ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അത് ജനങ്ങളെ ഇവിടെ നിന്നും മാറ്റാൻ വേണ്ടി ആകാശത്തേക്ക് SHO വിപിൻ വെടിയുതിർക്കുകയും പിന്നീട് പോലീസ് ഇവിടെ നിന്നും സുഗതനെ ബലമായി അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. പിന്നീട് ഇവിടെ നിന്നും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോവുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച കേസിലടക്കം സുഗതനെതിരെ മറ്റൊരു കേസും എടുത്തിട്ടുണ്ട്. അനുജന്റെ എതിരെയും കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിശദമായ റിപ്പോർട്ട് തേടുമെന്നാണ് പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടിയെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടന്ന സമീപത്തെ പ്രദേശത്ത് നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരുന്നത്. ഇതിനു മുൻപ് തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കാപ്പ ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുമായി ഈ ഒരു കൗൺസിലർ ആയതിനു ശേഷം പോലീസുമായി നിരന്തരം സംഘർഷം, പല വാക്കുതർക്കമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി ഈ SHO അവധിയിൽ പോയിരുന്നു. അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്താണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് അടക്കം കടക്കുന്നത്. എന്തിനായാലും പോലീസ് കൃത്യമായ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അറസ്റ്റിലേക്ക് കടന്നത് വളരെ നല്ല കാര്യമാണ്. അതായത് കൃത്യമായ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തത് വളരെ നല്ല കാര്യമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഒപ്പം റിപ്പോർട്ട് കമ്മീഷണർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ നിയമനടപടി, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടും സുഗതനെ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തിനായാലും കൂടുതൽ നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയും ഒപ്പം ഭാര്യയും മകനെയും അടക്കം ഉപദ്രവിച്ചു എന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നിട്ടുമുണ്ട്. എന്തിനായാലും കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.